ഓ ദേ വന്നു സിമ്പിൾ മെഴുക്ക് വരട്ടി എന്ന് പറഞ്ഞിട്ട്. അല്ല, ഇന്നൊരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഉരുളക്കിഴങ്ങ് മുഴുവനോടെ വെച്ചു, ഒരിക്കൽ അത് ശരിയായില്ല. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം നുറുക്കി 2 മിനിറ്റ് വെച്ചിട്ട് എടുത്ത് നോക്കി. അപ്പം കുറച്ച് വെന്തിട്ടുണ്ട്, എന്നാൽ മുഴുവനായിട്ടില്ല. അപ്പം ഞാൻ ഒരു 2 മിനിറ്റും കൂടെ വെച്ചു. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത് സാധാരണ നമ്മൾ ഉണ്ണുന്ന പ്ലേറ്റാണ്. അത് ചിലപ്പോൾ 5 മിനിറ്റൊക്കെ ഇരുന്നാൽ പൊട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ശരിക്കുള്ള ഇത് മൈക്രോവേവബിളാണ്. എന്നാലും കുറച്ചും കൂടി നമ്മൾ ബേക്ക് ചെയ്യുന്നത് എടുത്താൽ നമുക്ക് സുഖമായിട്ട് 5 മിനിറ്റോ 7 മിനിറ്റോ വെച്ച് മൈക്രോവേവ് ചെയ്ത് എടുത്താൽ ശരിക്കും നല്ലപോലെ വെന്ത് കിട്ടും. ഞാനൊക്കെ കുക്കറിൽ 10 മിനിറ്റാണ് വേവിക്കുന്നത്. ഗ്യാസ് പോകുന്നു മാത്രമല്ല, അത് പിന്നെ എടുത്ത് തൊലി കളഞ്ഞ് ചൂടോടെ തൊലി കളഞ്ഞ് നുറുക്കിയൊക്കെ വരുമ്പോൾ ഒരു നേരം ആവില്ലേ. അതൊക്കെ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞയക്കാൻ ഇത് എളുപ്പമല്ലേ, അടുപ്പ് ഒഴിഞ്ഞിരിക്കും. ഇത് മൈക്രോവേവിൽ 5 മിനിറ്റ് ഇരിക്കുന്ന സമയം നമുക്ക് 2 ദോശ ചുട്ടൂടെ. അപ്പം ഞാൻ ഇങ്ങനെ ആക്കി എടുത്ത് ജസ്റ്റ് എണ്ണയിലിട്ട്, പിന്നെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, കുറച്ച് ബേസിൽ ലീവ്സാണ് ഇട്ടിരിക്കുന്നത്, കരിവേപ്പില ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇട്ട് ജസ്റ്റ് എണ്ണയിലൊന്ന് മുളക് പൊടി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഒന്നാക്കി മിക്സ് ചെയ്ത് അടച്ചു വെച്ചു. അപ്പം ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത്, ഈ വീഡിയോ എടുത്തത് 2:38 ഞാൻ 2 പ്രാവശ്യം അടച്ചു വെച്ചിട്ട് ഞാൻ ഒന്ന് ഇളക്കി വെന്തോന്നൊക്കെ നോക്കി. ഞാൻ ഇത് ഫുൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ സമയം നോക്കിയപ്പം 2:42, അതായത് 4 മിനിറ്റോ 5 മിനിറ്റോ മതി നമുക്ക് അടുപ്പത്ത് ഇത് വെക്കാൻ. അപ്പം ഞാൻ പറഞ്ഞ പോലെ മൈക്രോവേവിൽ 5 മിനിറ്റോ 7 മിനിറ്റോ വെക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. ആ മുളക് പൊടി ഒന്ന് പിടിച്ച് എണ്ണയും ഒന്ന് പുരണ്ടാൽ മതി. ഇത് മെഴുക്ക് പുരട്ടുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഇനി അടുത്ത പ്രാവശ്യം നോക്കണം. പക്ഷേ ഇത് നിങ്ങൾക്ക് എളുപ്പമല്ലേ, വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഗ്യാസും ലാഭിച്ച് രുചികരമായിട്ടുണ്ടാക്കി